കേരള പ്രവാസി സംഘം കൊല്ലം ജില്ലാ സമ്മേളനം അഞ്ചലിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് ഗഫൂർ ലില്ലീസ് ഉദ്ഘാടനം ചെയ്തു. കേരള പ്രവാസി സംഘം കൊല്ലം ജില്ലാ സമ്മേളനം അഞ്ചലിൽ നടത്തി. സംസ്ഥാന പ്രസിഡന്റ് ഗഫൂർ ലില്ലീസ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ മാത്രമാണ് ഉദ്ദേശിക്കുന്നത് അല്ല, നമ്മളെപ്പോലെ ത്യാഗനിർഭരമായിട്ടുള്ള പോരാട്ടം നടത്തിയിട്ടുള്ള ഒരു വലിയ വിഭാഗം ഇവിടെയുണ്ട്. സ്ത്രീകൾ എന്ന് പറയുന്ന വിഭാഗം പ്രവാസ ലോകത്ത് കരുതലുണ്ടാവുന്ന കുറച്ച് സ്ത്രീകൾ പോയിട്ടുണ്ട്. അവർ പ്രവാസത്തിന്റെ വിവിധ മേഖലകളിൽ അവർ തിളങ്ങിയിട്ടുണ്ട്, സംരംഭകരായിട്ടുണ്ട്. പക്ഷേ ലക്ഷക്കണക്കായിട്ടുള്ള പ്രവാസി വനിതകൾ, നമ്മുടെയൊക്കെ ഭാര്യമാര് അവരുടെ ജീവിതത്തിന്റെ നല്ല കാലം യൗവനം മുഴുവൻ ആർക്കോ വേണ്ടി ജീവിച്ചു തീർത്തു. ഭർത്താവില്ലാതെ 10, 20, 30 വർഷക്കാലം മക്കളെ കാണാതെ, മാതാപിതാക്കളെ കാണാതെ നമ്മളും അവരൊക്കെ ചെലവഴിച്ചു തീർത്തു. അവരെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗീകാരം കൊടുക്കേണ്ടത് നമ്മളേതുപോലുള്ള കേരള പ്രവാസി സംഘം പോലുള്ള ഒരു സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ്. അത് നിർവഹിക്കാൻ കൊല്ലം ജില്ലാ കമ്മിറ്റിക്ക് കഴിയണം. നിങ്ങളുടെ സമ്മേളനത്തിൽ അല്ലെങ്കിൽ സമ്മേളനത്തിന് ശേഷം വരാനിരിക്കുന്ന കമ്മിറ്റികളിലെല്ലാം തന്നെ സ്ത്രീകളുടെ നല്ല തരത്തിലുള്ള പ്രാതിനിധ്യം ഉണ്ടാവണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ലോക ചരിത്രത്തിൽ, പ്രവാസ ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒട്ടനവധി വനിതാരത്നങ്ങൾ ഉണ്ടായിരുന്നു. എം.എൻ. റോയ്, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ബീജാവാപം നൽകിയിട്ടുള്ള എം.എൻ. റോയുടെ ഭാര്യ എവലിൻ റോയ്, അവർ പ്രവാസിയായിരുന്നു. റോസഫിറ്റിൻ ഗാഫ്, അവർ പ്രവാസിയായിരുന്നു. അതുപോലെ തന്നെ അരുന്ധതി റോയെ പോലുള്ള പ്രഗത്ഭരായിട്ടുള്ള എഴുത്തുകാർ, അവർ പ്രവാസികളായിരുന്നു. സംഘാടക സമിതി ചെയർമാൻ ഡി വിശ്വസേനൻ സ്വാഗതം പറഞ്ഞു. കേരള പ്രവാസി സംഘം കൊല്ലം ജില്ലാ പ്രസിഡന്റ് എം ശശിധരൻ അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ, പ്രവാസി സംഘം ജില്ലാ രക്ഷാധികാരി MH ഷാരിയർ, ജില്ലാ സെക്രട്ടറി നിസാർ അമ്പലംകുന്ന്, പ്രവാസി സംഘം സംസ്ഥാന സെക്രട്ടറി ശ്രീകൃഷ്ണപിള്ള, സജീവ് തൈക്കാട്, C അജയൻ, ജാഫർ എന്നിവർ പങ്കെടുത്തു. പ്രവാസികളുടെ ക്ഷേമത്തിനും സുരക്ഷയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് കേരള പ്രവാസി സംഘമെന്നും എന്നും പ്രവാസികൾക്ക് വേണ്ടി നിലകൊള്ളണമെന്നും യോഗത്തിൽ ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.